Praise the Lord. കർത്താവിന് പരിശുദ്ധനേ നിനക്ക് മഹത്വം. എൻ്റെ കർത്താവിന് മഹത്വം. എൻ്റെ കർത്താവിന് മഹത്വം. എൻ്റെ കർത്താവിന് മഹത്വം. എൻ്റെ കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Praise the Lord. കർത്താവേ നിനക്ക് മഹത്വം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായുള്ളവേ, നന്ദിയോട് സ്തോത്രം. പരിശുദ്ധ പിതാവേ നിനക്ക് മഹത്വം, 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 മഹത്വം. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. അറുക്കപ്പെട്ട കുഞ്ഞാടി നിനക്ക് മഹത്വം. അറുക്കപ്പെട്ട കുഞ്ഞാടി നിനക്ക് മഹത്വം. അറുക്കപ്പെട്ട കുഞ്ഞാടി മഹത്വം. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. അറുക്കപ്പെട്ട കുഞ്ഞാടി നിനക്ക് മഹത്വം. പരിശുദ്ധനെ നന്ദിയോട് സ്തുതിക്കുന്ന പാസ്തോത്രം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവനെ, സകല ജഡത്തിൻ്റെയും ദൈവമായ ഞങ്ങളുടെ കർത്താവേ നിനക്ക് മഹത്വം, 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 മഹത്വം. അവനെ സ്തോത്രം, 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 സ്തോത്രം. Praise the Lord, praise the Lord, praise the Lord, praise the Lord. ഈ രാത്രിയുടെ വേളയിൽ ഈ ലൈവിലിനെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂന പട്ടണത്തിൽ നിന്ന് സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. 2020 അവസാനത്തെ ഞായറാഴ്ച പകൽക്കാലം പകൽവേളയിൽ കർത്താവിനെ ആരാധിപ്പാൻ നമ്മുടെ ദൈവം നമുക്ക് കൃപ ചെയ്തു. 2020 അനവധി പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളുടെയും കഷ്ടതകളുടെയും മഹാമാരിയുടെയും വർഷമായിരുന്നു. ഈ വർഷത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ചയുടെ പകൽക്കാലം സന്ധ്യാവേളയിൽ ജീവനുള്ള ദൈവത്തിൻ്റെ മുൻപാകെ ജീവനുള്ള വചനവുമായി നിങ്ങളോട് ചേർന്ന് ഈ രാത്രി ആയിരിക്കാൻ ദൈവനും ഒരവസരം ലഭിച്ചതിനായിട്ട് ഞാനിന്ന് രാത്രി തിരുനാമത്തിന് മഹത്വം അർപ്പിക്കുന്നു. 2020 മാർച്ച് മാസം 15-ാം തീയതിക്ക് ശേഷമായി ലോകരാജ്യങ്ങളിലെല്ലാം ഒരുപോലെ ആരാധനാലയങ്ങൾ അടയ്ക്കപ്പെട്ടു. ഒരേപോലെ ആരാധനാലയങ്ങൾ അടയ്ക്കപ്പെട്ട ഒരു വർഷം. ക്രിസ്തീയ ആലയങ്ങൾ മാത്രമല്ല, സകല വിഭാഗങ്ങളുടെയും മുസ്ലിം മോസ്കുകൾ, ഹിന്ദു അമ്പലങ്ങൾ, അങ്ങനെ സകലവിധ ആരാധന ആലയങ്ങളും അടയ്ക്കപ്പെട്ടപ്പോൾ ദൈവമക്കളായ നമുക്ക് നമ്മുടെ ഈ മധ്യത്തിൽ അനേകർ രോഗികളായി, അനേക ഭക്തന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഈ മഹാമാരി മൂലം ലോകരാജ്യങ്ങളിൽ ആകമാനം വളരെ കഷ്ടമനുഭവിക്കുന്ന ഒരു കാലഘട്ടം. ഈ വർഷം നമ്മളെ വിട്ട് കടന്നു പോകുക. ഇന്ന് 27-ാമത്തെ ദിവസമായി. ഇനി 4 പകൽക്കാലങ്ങളുടെ ബാക്കി നിൽക്കുന്നു. 2020 നമ്മളെ വിട്ട് കടന്നു പോകുക. അതിൻ്റെ നടുവിൽ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കത്തില്ല,
ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല എന്ന് അരുളി ചെയ്ത കർത്താവായ യേശുവിൻ്റെ വലിയ സാന്നിധ്യം നമ്മളിൽ പലരും അനുഭവിപ്പാൻ കർത്താവിടയാക്കി. സ്തോത്രം. പല സ്ഥലങ്ങളിലും ദേവാലയങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്നു, ആരാധനകൾ പുനഃസ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് നടുവിൽ ഒരു ദൈവകൃപ നമുക്ക് അനുഭവിപ്പാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരവസരം തന്നു. അതോർത്ത് ഈ രാത്രി ഞാൻ തിരുനാമത്തിന് മഹത്വമർപ്പിക്കുന്നു. 1.5 കോടിയിലധികം ജനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പാൻഡമിക് മൂലം മരണപ്പെടുവാനിടയായി. ഇന്ത്യ മഹാരാജ്യത്തിലും 1.5 ലക്ഷത്തിലധികം ജനം മരിച്ചു. കോടിക്കണക്കിന് ജനങ്ങൾ ഈ മഹാമാരി മുഖാന്തരം കഷ്ടമനുഭവിക്കുന്നു. പല രാജ്യങ്ങളിലും ആരാധനയ്ക്ക് സാധനങ്ങൾ ലഭിച്ചിട്ടില്ല. ചില രാജ്യങ്ങളിൽ ആരാധനാ സാധനങ്ങൾ ലഭിച്ചു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി എന്ന് നമ്മളെ ഇതൊക്കെയും വിളിച്ചറിയിക്കുന്നു. കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്: ലോകം ആരംഭിച്ചത് മുതൽ ഇന്ന് വരെയും ഉണ്ടാകാത്ത മഹാകഷ്ടകാലം ഉണ്ടാകും. അതാണ് സുവിശേഷം 24-ാം അധ്യായത്തിൽ യേശു ലോകത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ സംസാരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ഒരു വാക്കാണ്: ലോകം ആരംഭിച്ചത് മുതൽ ഇതുവരെയും ഉണ്ടാകാത്ത ഒരു മഹാവ്യാധി. മഹാവ്യാധികളും യുദ്ധങ്ങളും യുദ്ധസ്തുതികളും നിങ്ങൾ കേൾക്കും. അപ്പോൾ തലയുയർത്തിക്കൊള്ളുകയും മനുഷ്യപുത്രൻ്റെ വരവ് അടുത്തിരിക്കുന്നുവെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രകാരം ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ വചനത്തിന് മുൻപാകെ ആയിരിക്കാൻ ദൈവം ഒരു അവസരം കൂടെ തന്നല്ലോ. കഴിഞ്ഞ വർഷം അനേക നഷ്ടങ്ങളുടെ വർഷമായിരുന്നു. ലോകരാജ്യങ്ങളിൽ സാമ്പത്തിക മാധ്യമങ്ങൾ സംഭവിച്ചു. ലക്ഷക്കണക്കിന് ജനത്തിന് ജോലി നഷ്ടപ്പെട്ടു. കോടികളോളം ജനങ്ങൾ, 1.5 കോടിയോളം ജനങ്ങൾ ലോകത്തിൽ നിന്ന് ഈ മഹാവ്യാധി മൂലം മരിച്ചു മാറ്റപ്പെട്ടു. എന്നാൽ അതിൻ്റെയും നടുവിൽ പകല പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് അതിന് നടുവിലും ആയിരങ്ങളെ കർത്താവ് സൂക്ഷിച്ചു. അത് ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം അർപ്പിക്കട്ടെ. സ്തോത്രം. ഈ രാത്രി അല്പസമയം തിരുവചനത്തിന് മുൻപാകെ കർത്താവിൽ ശരണപ്പെടുവാൻ, തിരുവചനം ചിന്തിപ്പാൻ ശരണപ്പെടുന്നു. 2 തീമോഥെയോസിന്റെ ലേഖനത്തിലെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 2 തിമോത്തി ചാപ്റ്റർ 4 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ് വായിക്കുന്നത്. ആ 2 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഇരിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഇന്നൊരു വൈകുന്നേരത്തെ ലൈവ് കൊണ്ട് ഇത് തീരത്തില്ല. ചില ദിവസങ്ങൾ ചിന്തിക്കുവാനുള്ള വിഷയങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. എങ്കിലും ഞാനിന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി 2 തീമോഥെയോസ് ലേഖനം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് വായിക്കും. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തു യേശുവിനെയും സാക്ഷി വച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തു യേശുവിനെയും സാക്ഷി വച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. എന്താണ് കൽപ്പിക്കുന്നത്? വചനം പ്രസംഗിക്കാൻ സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. കർത്താവിൻ്റെ അപ്പോസ്തലന്മാരിൽ പ്രധാനിയായ പൗലോസ് ദൈവസഭയെ അധികമായി ഉപദ്രവിച്ച ഭക്തനായ പൗലോസ്, നാം അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ പൗലോസ് ദൈവസഭയിൽ വരുന്ന വിഷയം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ദമസ്കോസിലേക്ക് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനത്തെ അറസ്റ്റ് ചെയ്ത് മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ ഹാജരാക്കുവാൻ വേണ്ടി
പുറപ്പെടുന്നതായ പൗലോസ് അപ്പോസ്തലൻ ശൗൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ദമസ്കോസിനോട് അടുത്ത് വരുമ്പോൾ ഒരു വലിയ പ്രകാശം ശൗലിന് ചുറ്റും പ്രകാശിച്ചു. ഒരു അശരീരി ശബ്ദം ശൗലുണ്ടായി, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലെ ചില ഭാഗങ്ങളാണ് പറയുന്നത്. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഈ ശബ്ദം കേട്ടപ്പോൾ ശൗൽ ഭയപ്പെട്ടു. തനിക്ക് ചുറ്റും വലിയൊരു പ്രകാശം ഉണ്ടായി. താൻ സഞ്ചരിച്ചു കൊണ്ടിരുന്ന കുതിരയുടെ പുറത്തു നിന്ന് അദ്ദേഹം താഴെ വീണു. പെട്ടെന്ന് ശൗൽ മറുപടിയായി ചോദിക്കുന്നു, നീ ആരാകുന്നു കർത്താവേ? പെട്ടെന്ന് കർത്താവിൻ്റെ മറുപടി, നീ ഉപദ്രവിക്കുന്ന നസ്രേനായ യേശു ആകുന്നു ഞാൻ. ശൗലിന് പ്രത്യേക അരുളപ്പാടുണ്ടായി. ശൗൽ അതനുസരിച്ച് കടന്നുപോയി. നമ്മൾ 9-ാം അധ്യായത്തിൽ വായിക്കുന്നു, ശൗലിനെ ദൈവം സൗഖ്യമാക്കി. അനന്യാസ് എന്ന ഒരു ശിഷ്യനെ അയച്ച് കർത്താവ് ശൗലിനെ തൊട്ടു സൗഖ്യം കൽപ്പിച്ചു. ഇതൊക്കെ നമ്മൾ വായിക്കുന്നു. ലേഖനങ്ങളിൽ, പൗലോസിൻ്റെ ലേഖനങ്ങളിൽ പാസ്റ്ററൽ എപ്പിസോഡ്സ്, ഇടയ ലേഖനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 3 ലേഖനങ്ങളാണുള്ളത്. 1 തീമോത്തിയോസ്, 2 തീമോത്തിയോസ്, തീത്തോസ്. ഈ 3 ലേഖനങ്ങൾ ഇടയ ലേഖനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. പാസ്റ്റർമാർക്ക് വേണ്ടി, ഇടയന്മാർക്ക് വേണ്ടി എഴുതപ്പെട്ട ലേഖനം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരധ്യായമാണ്. അതിന് 1-2 വാക്യങ്ങളാണ് ഇന്ന് രാത്രി തിരുകൃപയിൽ ശരണപ്പെട്ട് വായ്പാരുടെ ആയത്. ഞാൻ പറഞ്ഞല്ലോ, ഇടയലേഖനങ്ങളിൽ 3 1 തീമോത്തിയോസ്, 2 തീമോത്തിയോസ്, തീത്തോസിൻ്റെ ലേഖനങ്ങൾ. അങ്ങനെ 3 ലേഖനങ്ങൾ ഇടയലേഖനങ്ങളാണ്. പൗലോസിൻ്റെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്. എഫേസ്യൻസ്, ഫിലിപ്പിയൻസ്, കൊലോസിയൻസ്, പിന്നെ ഫിലോമോൻ. അങ്ങനെ 4 ലേഖനങ്ങൾ കാരാഗ്രഹ ലേഖനങ്ങളാണ്. അടുത്ത സെറ്റ് സാർവത്രിക ലേഖനങ്ങൾ, റോമാലേഖനം, ഗലാത്യ ലേഖനം, 1-2 കൊരിന്ത്യ ലേഖനങ്ങൾ. ഇവ സാർവത്രിക ലേഖനങ്ങൾ. അങ്ങനെയാണ് ലേഖനങ്ങളെ തിരിക്കുവാനും കഴിയുന്നത്. സാർവത്രിക ലേഖനങ്ങൾ റോമാലേഖനം, 1-2 കൊരിന്ത്യ ലേഖനം, അടുത്തത് ഗലാത്യ ലേഖനം. കാരാഗ്രഹ ലേഖനങ്ങൾ എഫേസ്യൻസ്, കൊലോസിയൻസ്, ഫിലിപ്പിയൻസ് ആൻഡ് ഫിലോമോൻ. പാസ്റ്ററൽ എപ്പിസോഡ്സിൻ്റെ കൂട്ടത്തിൽ 1 തീമോത്തിയോസ്, 2 തീമോത്തിയോസ്, തീത്തോസിൻ്റെ ലേഖനങ്ങൾ. അങ്ങനെയാണ് പൗലോസിൻ്റെ ലേഖനങ്ങളെ നമുക്ക് തിരിച്ച് പഠിക്കുവാൻ കഴിയുന്നത്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ നിര്യാണ കാലത്തിന് തൊട്ടടുത്ത് അദ്ദേഹം തീമോത്തിയോസ് എന്ന തൻ്റെ അരുമ ശിഷ്യന് എഴുതിയ ഒരു ലേഖനമാണ് ഈ തീമോത്തിയോസ് ലേഖനം. 2 തീമോത്തിയോസ് 4-1 വാക്യമാണ് ഞാൻ വായിച്ചത്. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തു യേശുവിനെയും സാക്ഷി വച്ച് കൽപ്പിക്കുന്നു. ശ്രദ്ധിക്കുക, ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ സാക്ഷി വെച്ച് അപ്പോസ്തലനായ പൗലോസ് അരുളിച്ച് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ ദാനിയേലിന്റെ പ്രവചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ന്യായവിസ്താര സഭ ഇരുന്നു എന്ന് പറഞ്ഞൊരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. ന്യായവിസ്താര സഭ ഇരുന്നു. ദാനിയേലിന്റെ പ്രവചനത്തിൽ 7-ാം അധ്യായത്തിൽ വായിക്കുന്നൊരു ഭാഗമാണ്. ജീവികളെ ന്യായീകരിക്കുക, രാജ്യങ്ങളെ ന്യായവിസ്താരം നടത്തുക. മനുഷ്യപുത്രൻ ന്യായസിംഹാസനത്തിൽ ഇരുന്നു. അതേപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിലും വായിക്കുന്നു, രാജ്യങ്ങളെയും ജാതികളെയും ന്യായം വിധിക്കുവാൻ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ന്യായസിംഹാസനത്തിലിരുന്നു. അപ്പോൾ
ഇവിടെ വായിക്കുന്നു, ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാൻ അധികാരമുള്ള യേശു ക്രിസ്തുവിനെ സാക്ഷി വെച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം, തൻ്റെ പിതാവായ ദൈവം, യഹോവയായ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിന് ന്യായവിധി നടത്തുവാനുള്ള സകല അധികാരവും നൽകിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങൾ അതിനാധാരമായി ഞാൻ വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിന് ഉപോത്ഭകരമായ ചില വാക്യങ്ങളുണ്ട്. അതിൻ്റെ 26, 27, 28 വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. 25 മുതൽ വായിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉള്ളവരാകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 2 തീമോഥെയോസ് ലേഖനത്തിൽ വായിച്ച ഭാഗത്തോട് വളരെ അടുത്തുള്ളതായൊരു വാക്യമാണ് ഞാൻ വായിച്ചത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു മെശിഹ ഇപ്പോൾ ഒരു ക്രിസ്തുമസ് കാലം കൊണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് യേശുവിന്റെ ജനനത്തെ ഘോഷിക്കുന്ന ഒരു ക്രിസ്തുമസ് കഴിഞ്ഞു. മനുഷ്യനായി ഭൂമിയിൽ പിറന്നതിൻ്റെ ഒരു ഓർമ്മ ദിനം പോലെ ക്രിസ്തുമസ് ഇപ്പം വിട്ട് കടന്നുപോയി. യേശു എന്തിന് ജനിച്ചു? യേശുവിൻ്റെ ജനനം എന്തിനു വേണ്ടിയായിരുന്നു? ഇതൊക്കെ ഒരു വലിയ ചിന്താവിഷയമാണ്. യേശുവിൻ്റെ ജനനം പാപികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഞാൻ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞല്ലോ, മനുഷ്യരുടെ പാപത്തെ ചുമത്തൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് പോലെ മാനുഷിക പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് കർത്താവായ യേശു മെശിഹ വിശുദ്ധ കന്യക മറിയാമിൽ ജഡം ധരിച്ചത് മാനവലോകത്തിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയായിരുന്നു. സ്തോത്രം. യേശു മാനവലോകത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, പാപപരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിൽ അവതരിച്ചത് ഒരു കാലിത്തൊഴുത്തിലായിരുന്നു. രാജാവായി ഭൂമിയിൽ അവതരിക്കേണ്ടവൻ, നമ്മൾ ലൂക്കോസ് സുവിശേഷത്തിൽ വായിക്കുന്നു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നാണ് ശാസ്ത്രിമാർ ചോദിക്കുന്നത്. അവൻ രാജാവായിട്ടാണ് ഭൂമിയിൽ അവതരിക്കേണ്ടത്. പക്ഷെ അവൻ പിറന്നത് എവിടെയാ? അവൻ പിറന്നത് കാലിത്തൊഴുത്തിൽ. നമ്മൾ വായിക്കുന്നു ലൂക്കോസ് സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, മറിയാമിന് പ്രസവത്തിനുള്ള കാലം തികഞ്ഞപ്പോൾ യോസേപ്പ് മറിയാമുമായി ബെത്ലഹേമിലേക്ക് പോയി. പല സത്രങ്ങളുടെയും വാതിലുകൾ മുട്ടി. പൂർണ്ണ ഗർഭിണിയായ മറിയാമിനെയും കൊണ്ട് യോസേപ്പ് തൻ്റെ ഭാര്യയായ മറിയാമിന് ഒരു സുഖപ്രസവത്തിന് വേണ്ടി പല സത്രങ്ങളുടെയും വാതിലുകൾ മുട്ടി. വാതിലുകളെല്ലാം അടഞ്ഞപ്പോൾ ലൂക്കോസിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവനെ പശുത്തൊട്ടിയിൽ കിടത്തി. എവിടെയാണ് പ്രസവിച്ചതെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. പക്ഷേ ശീലകളിൽ പൊതിഞ്ഞ് അവനെ പശുത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്നു എന്ന് മാത്രം ലൂക്കോസ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഴിയമ്പലത്തിൽ ആണ് എന്ന് വിശ്വസിക്കാം. ദരിദ്രന്മാരുടെ കൂട്ടത്തിൽ ദരിദ്രനെ പോലെ, ഒന്നുമില്ലാത്തവനെ പോലെ പരമസമ്പന്നനായ ദൈവത്തിൻ്റെ പുത്രൻ പരമദരിദ്രനായി കാൽവരിയിൽ കാലിത്തൊഴുത്തിൽ നമുക്ക് വേണ്ടി ജന്മമെടുത്തു. സ്തോത്രം.
അതിൻ്റെ ഓർമ്മയാണ് ഇപ്പോൾ കഴിഞ്ഞുപോയ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. യേശു ഈ ലോകത്തിൽ അവതരിച്ചത് മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു. 33 തിരുവയസ്സ് വരെയും ഈ ലോകത്തിൽ ജീവിച്ചു. അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. പീലാത്തോസിന്റെ കാലഘട്ടങ്ങളിൽ തന്നെ ക്രൂശിൽ തറച്ചു, മരിച്ച് അടക്കപ്പെട്ടോ ഉയർത്തെഴുന്നേറ്റ് തൻ്റെ പിതാവിൻ്റെ ഭാഗത്തേക്ക് കടന്നുപോയിരിക്കുന്നു. അവൻ അരുളി ചെയ്തു, ഞാൻ ഇനി വരും, നിങ്ങളെ ചേർക്കുവാൻ ആകാശ മേഘങ്ങളിൽ എഴുന്നള്ളി വരുമെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തല്ലോ. സ്തോത്രം. ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഓർപ്പിച്ചിട്ട് കർത്താവിൻ്റെ ശരണപ്പെട്ട് ഞാൻ വരിക. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന നമ്മൾ കാണുന്നു. ഒലിവ് മലയിൽ നിന്നാണ് നമ്മുടെ കർത്താവ് എടുക്കപ്പെട്ടത്. അദ്ദേഹം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ ഗലീലക്കാരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. ഗലീലക്കാർ നോക്കി നിൽക്കുമ്പോൾ ഗലീലക്കാർ നോക്കി നിൽക്കുമ്പോൾ ദൈവദൂതന്മാർ അവരോട് ചോദിച്ചു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? ശ്രദ്ധിക്കുക, അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിലുള്ള ഭാഗമാണ്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന എന്തോ? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തിരിക്കുന്ന ഈ യേശു അവൻ പോയതുപോലെ വീണ്ടും വരുമെന്ന് അരുളി ചെയ്യുവാനിടയായി. അപ്പൊ നമ്മുടെ കർത്താവ് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ലോകത്തിൽ മറിയാമിൽ കൂടെ ജന്മമെടുക്കുകയും 33 തിരുവയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിച്ച് ലോകത്തിന്റെ മധ്യസ്ഥാനമായ യെരുശലേമിൽ നമുക്ക് വേണ്ടി 2020 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ 3 ആണികളിൽ മേൽ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു നമുക്ക് വേണ്ടി മരണം വരിക്കുവാനിടയായി. ഞാനും നിങ്ങളും മരിക്കേണ്ട സാഹചര്യത്തിൽ, മരിക്കേണ്ടതായ സാഹചര്യത്തിൽ പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്നുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പാപത്തിന്റെ ശമ്പളമായ മരണം നമ്മൾ വഹിക്കേണ്ടതിന് പകരമായി ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ കാൽവരിയിൽ മലയിലേക്ക് കയറിപ്പോയി. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയുടെ മലമുകളിൽ മരണം വരിക്കുവാനിടയായി. 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ മേൽ തറക്കപ്പെട്ടവരായി അർത്ഥനഗ്നനായി നമ്മുടെ കർത്താവ് ക്രൂശിന്മേൽ കിടക്കുക. 2 കള്ളന്മാരെ അപ്പുറത്തും ഇപ്പുറത്തും ക്രൂശിച്ചിരിക്കുന്നു. നടുവിൽ നമ്മുടെ കർത്താവിനെ 3 ആണികളിൽ മേൽ തൂക്കിയിട്ടിരിക്കുന്നു. അടിച്ച് അവശനാക്കി മുൾക്കിരീടം തലയിൽ വെച്ച് പുറമെല്ലാം ഉഴവുചാല് പോലെ വലിച്ചു കീറി ഒരു ജീവശവം പോലെ കിടക്കുന്ന ദൈവപുത്രനെ നോക്കിക്കൊണ്ട് കടന്നുപോയവരെല്ലാം അവരെ ദൂഷിച്ചു. പുരോഹിതന്മാർ, മഹാപുരോഹിതന്മാർ, വഴിയാത്രക്കാർ, കള്ളന്മാർ എല്ലാവരും അവരെ ദൂഷിച്ചു. എന്നുവെച്ചാൽ അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിറങ്ങി വാ, ഞങ്ങൾ നിന്നെ കണ്ട് വിശ്വസിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി നമ്മുടെ കർത്താവായ യേശു മശിഹ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ കാൽവരിയുടെ കുലമരത്തിൽ നമുക്ക് വേണ്ടി നൽകി. ആ ദൈവപുത്രൻ ഇവിടെ നമ്മൾ വായിക്കുന്നു, അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. ആര് അധികാരം കൊടുത്തു? പിതാവായ ദൈവം ഈ ഭൂമിയെ ന്യായം വിധിക്കുവാൻ മനുഷ്യപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിന് അധികാരം കൈമാറിയിരിക്കുന്നു. പൗലോസിന്റെ ലേഖനങ്ങളിൽ അതിനെക്കുറിച്ച് സ്തുതികൾ നമ്മൾ വായിക്കുന്നുണ്ട്, തെളിവുകൾ വായിക്കുന്നുണ്ട്. പിതാവ് താനും പുത്രന് ന്യായവിധിയെല്ലാം നടത്തുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും. യോഹന്നാന്റെ സുവിശേഷത്തിലെ
5-ാം അധ്യായത്തിലെ വാക്യമാണ് പറയുന്നത്. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും, കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാൾ വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ മനുഷ്യപുത്രനും തന്നിൽ തന്നെ ജീവനുള്ളാകുമാർ വരം നൽകിയിരിക്കുന്നു. അന്നേച്ചാണ് യോഹന്നാൻ പറഞ്ഞത്, അവൻ മനുഷ്യപുത്രനാക്കിയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരം നൽകിയിരിക്കുന്നു. ലോകരാജ്യങ്ങളെ ന്യായം വിധിക്കുവാൻ നമ്മുടെ കർത്താവിന് അധികാരം ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. പാപത്തിന്റെ പരിഹാരത്തിനായി ഒരിക്കൽ നമ്മുടെ കർത്താവ് പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ, ഇനി അടുത്ത പ്രത്യക്ഷത തൻ്റെ മണവാട്ടിയായിരിക്കുന്ന തിരുസഭയെ ചേർക്കുവാൻ ആകാശമേഘങ്ങളിൽ നമ്മുടെ കർത്താവ് പ്രത്യക്ഷപ്പെടും. രഹസ്യമായ വരവ്. കർത്താവിൻ്റെ വരവിന് 2 മുഖങ്ങളുണ്ട്. അതിലൊന്ന് രഹസ്യമായ വരവ്. തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളും, 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 50 മുതൽ 58 വരെയുള്ള വാക്യങ്ങളും നമ്മൾ വായിച്ചാൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ രഹസ്യ വരവിനെ കുറിച്ച് നമുക്ക് ആ ഭാഗങ്ങൾ വായിക്കാൻ കഴിയും. അപ്പോ ആരംഭത്തിൽ യേശു കന്യകാമറിയാമിൽ ജന്മമെടുത്തത് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു. ആ പാപത്തിന് പരിഹാരം വരുത്തിക്കേണ്ടതിന് ശേഷമായി ഒരു മലയിൽ നിന്ന് അനേകരുടെ സാന്നിധ്യത്തിൽ ആകാശമേഘങ്ങളിലേക്ക് നമ്മുടെ കർത്താവ് പുനരുത്ഥാനം ചെയ്തു. ആ പുനരുത്ഥാനം ചെയ്ത യേശുവിനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഗലീലക്കാരോട് ദൈവത്തിന്റെ ദൂതൻ ചോദിച്ച ചോദ്യം അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ താൻ പോയതുപോലെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞാണ് നമ്മുടെ കർത്താവ് പോയത്. അപ്പോ ആ പോയ കർത്താവ് തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന തൻ്റെ സഭയെ ചേർക്കേണ്ടതിനായി ആകാശ മേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുവാൻ കാലമെടുത്തിരിക്കുന്നു. അതിൻ്റെ ലക്ഷണങ്ങളാണ് മഹാവ്യാധികൾ, മഹാകഷ്ടങ്ങൾ, ഞെരുക്കങ്ങൾ. ലോകം ഉണ്ടായത് മുതൽ ഇതുവരെയും അനുഭവിക്കാത്ത അനവധി കഷ്ടങ്ങളും ഞെരുക്കങ്ങളും മഹാവ്യാധികളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളോട് വിളിച്ചു പറയുന്നു, ദൈവസഭയെ ചേർക്കുവാൻ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നുവെന്ന്. സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കളെ, ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. ലോകരാജ്യങ്ങളെ മുഴുവൻ ഒരുപോലെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവം 2020 വർഷമായി ക്രിസ്തീയ ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ക്രിസ്തീയ ചരിത്രത്തിനുള്ളിൽ 2020 വർഷത്തിനുള്ളിൽ ഇതുപോലെ ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാകത്തില്ല ചരിത്രത്തിൽ. ക്രിസ്തീയ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാകത്തില്ല. എന്നാൽ 2020 ക്രിസ്തീയ ദേവാലയങ്ങൾ മാത്രമല്ല, മുസ്ലിം മോസ്കുകൾ, ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ അമ്പലങ്ങൾ, ബുദ്ധ സന്യാസികളുടെ ആ എല്ലാ ആരാധന ആലയങ്ങളും ഒരുപോലെ അടയ്ക്കപ്പെട്ടു. ഒരു വലിയ മഹാവ്യാധി പൊട്ടിപ്പുറപ്പെട്ടു. ആ മഹാവ്യാധി മൂലം 1.5 കോടിയോളം ജനം ലോകത്തിന്റെ മുഖത്തു നിന്ന് തൂത്തുമാറ്റപ്പെട്ടു. സ്തോത്രം. അല്പാശ്വാസം ലഭിച്ചു എന്ന് ചില രാജ്യങ്ങളൊക്കെ പറയുന്നുവെങ്കിലും ഈ കഴിഞ്ഞ ആഴ്ചകളിലെ ന്യൂസുകളും റിപ്പോർട്ടുകളും ഒക്കെ വായിക്കുന്ന നിങ്ങൾക്ക് അറിയുവാൻ കഴിയും, ഇപ്പോൾ പുതിയൊരു വൈറസ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. അത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. ആ പുതിയ വൈറസ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഭയപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഇതിന്റെ ലക്ഷണം എന്തെന്നറിയാമോ? നമ്മുടെ കർത്താവ് നമ്മളെ ചേർക്കുവാൻ ആകാശമേഘങ്ങളിൽ വെളിപ്പെടുവാൻ സമയമായി. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി ഞാൻ പറയട്ടെ, എൻ്റെ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ ശ്രോതാക്കളെ, ഈ മാധ്യമത്തിൽ കൂടെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് വരുവാൻ സമയം അടുത്തിരിക്കുന്നു. അത്തി തളിർക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തിക്കൊള്ളുവീൻ. അത്തി തളിർക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലതായി.
യഹൂദനാണ്. യഹൂദൻ തളിർക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ കൂട്ടം ജനമുണ്ട്. സ്തോത്രം. ഞാൻ വായിച്ച വാക്യത്തിലേക്ക് വരുവാൻ ഒത്തിരി സമയമെടുക്കും, എങ്കിലും ചില കാര്യങ്ങൾ പറയട്ടെ ദൈവമക്കളെ. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായത്തിൻ്റെ 63-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് ഞാൻ പറഞ്ഞ ഭാഗത്തിലേക്ക് വരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 63-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 26, 63 വേർഡ്സ്, 63-ാമത്തെ വാക്യം. അതെങ്ങനെയാണ് വായിക്കുന്നത്? 61-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കുക. ഒടുവിൽ 2 പേർ വന്ന് മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുവാൻ എനിക്ക് കഴിയുമെന്ന് ഇവൻ പറഞ്ഞു എന്ന് ബോധിപ്പിച്ചു. 62-ാം വാക്യം. മഹാപുരോഹിതൻ എഴുന്നേറ്റ് അവനോട്, നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ? ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. അടുത്ത വാക്യം. യേശുവോ മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ സാക്ഷി നിർത്തി നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു. സ്തോത്രം. ഇത് യേശുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുന്നതിന് അല്പം മുമ്പ് ന്യായാധിപ സംഘത്തിന് മുൻപാകെ നമ്മുടെ കർത്താവ് നിൽക്കുമ്പോൾ മഹാപുരോഹിതൻ, ആ കാലഘട്ടത്തിലെ മഹാപുരോഹിതനായ കയ്യപ്പാവും ഹന്നാവും അവർ 2 പേരിൽ ആ മഹാപുരോഹിതനായിരുന്ന കയ്യപ്പാവ് യേശുവിനോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ അർത്ഥവ്യാപ്തി ഒന്ന് ചിന്തിച്ചു നോക്ക്. 63-ാം വാക്യത്തിൽ, പറക, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? പറക, ഞാൻ ജീവനുള്ള ദൈവത്തെ ആണ നിർത്തി നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു. യഹൂദൻ ജീവനുള്ള ദൈവത്തെ ആണയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ ജീവൻ പോയാലും സത്യം പറയണമെന്നാണ് യഹൂദന്റെ നിയമം. അതിന് ഞാനൊരു വ്യക്തമായ തെളിവ് തരാം. ഇസ്രായേൽ നിലകളുടെ മുൻപാകെ നിന്ദിച്ചുകൊണ്ട് ഫെലിസ്തീയ സൈന്യം വരുന്നു. 1 ശമൂവേലിന്റെ 14, 15, 16, 17 അധ്യായങ്ങൾ. അതിൽ 17-ാം അധ്യായത്തിൽ ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്ത് ഇസ്രായേൽ നിലകളുടെ മുൻപാകെ വന്നോ അവരെ നിന്ദിക്കുന്നുണ്ടാണ്. അവരെ നിന്ദിക്കുമ്പോ ഗോലിയാത്ത് പറയുന്നു, നിങ്ങളിൽ ഒരുവനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്, ഞാൻ അവനെ യുദ്ധം ചെയ്ത് അവന്റെ മേൽ ജയമെടുത്താൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമയാകും. അല്ല, അവൻ എൻ്റെ തലവെട്ടി എന്നെ കീഴ്പ്പെടുത്തിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് അടിമയാകും. 40 പകല് വന്ന് ഒരുപോലെ ഇസ്രായേൽ നിരകളെ നിന്ദിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അവസാനം അഭിഷക്തനായ ദാവീദ് കടന്നു വരുന്നു. നമ്മൾ 17-ാം അധ്യായത്തിൽ വായിക്കുന്നു, ഒരു കവണിയും കല്ലുമായി അവിടെ ദാവീദ് കയറി വരുമ്പോ നല്ല നായ ഗോലിയാത്ത് ചോദിക്കുന്നു, ഒരു നായ എറിയുവാൻ വരുന്ന പോലെ നീ വരുന്നുവോ? ഇങ്ങോട്ട് കയറി വാ, ഞാൻ നിന്റെ ശരീരത്തെ ആകാശത്തിലെ പക്ഷികൾക്ക് ആഹാരമായി നൽകും. അപ്പോ ഭക്തനായ ദാവീദ് പറഞ്ഞൊരു വാക്യമുണ്ട്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ നിന്ദിച്ചവനായ നിന്നെ ജീവനുള്ള ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു എന്ന് പറഞ്ഞ് തന്റെ കവണിയിൽ നിന്നൊരു കല്ലെടുത്ത് എറിഞ്ഞ് അവനെ കൊന്നു എന്ന് പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ യഹൂദന്റെ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവനുള്ള ദൈവത്തെ സാക്ഷി വെച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ തൻ്റെ തല ശരീരത്തിൽ നിന്ന് ഉടലിൽ നിന്ന് വേർപെട്ടു പോയാലും സത്യം പറയണമെന്നാണ് വ്യവസ്ഥ. അതിനാണ് ഇവിടെ മഹാപുരോഹിതൻ ചോദിക്കുന്നത്, പറക, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവോ? ഞാൻ ജീവനുള്ള ദൈവത്തെ സാക്ഷി വെച്ച് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു. യേശു പെട്ടെന്ന് മറുപടി പറഞ്ഞു, ഞാനാകുന്നു മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്ത്
ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പൊ ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുവാൻ പോകുന്ന ഒരു സമയം അടുത്തിരിക്കുക. സ്തോത്രം. ഈ പാൻഡമിക്കിന്റെ സിറ്റുവേഷനെ കണ്ടിട്ട്, ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന അവസ്ഥകളെ കണ്ടിട്ട്, ഈ ദിവസങ്ങളിൽ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതികൂല അവസ്ഥകളെ കണ്ടിട്ട്, നീയും ഞാനും കഷ്ടമനുഭവിക്കുന്ന കഷ്ടങ്ങളെ കണ്ടിട്ട്, ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ ഏതുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ ഏതുമില്ലെന്ന് വിചാരിച്ചുകൊണ്ട് മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ അപ്പോസ്തലൻ പൗലോസ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, ഞാനും നീയും കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങൾക്കൊരു വ്യത്യാസം വരും. വ്യത്യാസം വരണമെങ്കിൽ നമ്മുടെ കർത്താവ് ആകാശമേഘങ്ങളിൽ വരണം. സ്തോത്രം. അവൻ ആകാശമേഘങ്ങളിൽ വെളിപ്പെടുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അവൻ ആകാശമേഘങ്ങളിൽ ഒരു ദിവസം വെളിപ്പെടും. എന്തിന്? തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ തന്റെ മണവാട്ടി സഭയെ തന്റെ അടുക്കൽ ചേർക്കേണ്ടതിന് ആകാശമേഘങ്ങളിൽ നമ്മുടെ അരുമനാഥനായ കർത്താവ് മണവാട്ടിയെ ചേർക്കുവാനായി താമസമിന എത്രയും വേഗം പ്രത്യക്ഷനാകും. സ്തോത്രം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാമും അവനോടുകൂടെ എടുക്കപ്പെടും. സ്തോത്രം. വിശ്വസിക്കുന്ന എത്ര പേരുണ്ടോ? വിശ്വസിക്കുന്ന എത്ര ജനമുണ്ട്? നമ്മുടെ കർത്താവ് ഒരു ദിവസം പ്രത്യക്ഷനാകും. അങ്ങനെയുള്ള സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കിയിട്ട് എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക ഭവനങ്ങളുണ്ട്. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക ഭവനങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി ഭവനം ഒരുക്കിയിട്ട് നിങ്ങളെ ചേർക്കേണ്ടതിന് ഞാൻ പിന്നെയും ഭൂമിയിലേക്ക് വരും. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓർപ്പിച്ചല്ലോ, ദൈവമക്കളെ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നുവെന്ന് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ താൻ പോയതുപോലെ വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത നമ്മുടെ കർത്താവ് വരുവാൻ കാലമെടുത്തിരിക്കുന്നു. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവികളെ ന്യായം വിധിക്കുന്ന, മനുഷ്യരെ ന്യായം വിധിക്കുവാൻ, രാജ്യങ്ങളെ ന്യായം വിധിക്കുവാൻ ഏക അധികാരിയായ എൻ്റെ കർത്താവായ യേശു മശിഹ താൻ എത്ര വേഗം പ്രത്യക്ഷപ്പെടുവാൻ കാലമായി. കർത്താവ് പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് ന്യായാധിപനായിട്ടല്ല, ഇനി പ്രത്യക്ഷപ്പെടാൻ. മധ്യാകാശത്തിൽ അവൻ വരും. മധ്യാകാശത്തിൽ വരുന്നത് തൻ്റെ വിശുദ്ധ സഭയെ ചേർക്കാൻ വേണ്ടിയാണ്. അവൻ മധ്യാകാശത്തിൽ വെളിപ്പെടുന്ന എന്തിനാ? തൻ്റെ വിശുദ്ധ സഭയെ ചേർക്കുക. അത് കഴിഞ്ഞ് വിശുദ്ധ സഭ ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടുകയും അതിനുശേഷമായി 7 വർഷത്തെ ഇസ്രായേലിൻ്റെ മഹാകഷ്ടകാലം, യെരമ്യാ പ്രവചനം 30-ാം അധ്യായത്തിൽ പറയുന്ന വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, 30-8 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, യാക്കോബിന്റെ മഹാകഷ്ടകാലം, മനുഷ്യരുണ്ടായത് മുതൽ ഇതുവരെയും ഉണ്ടായിട്ടില്ലാത്ത വലിയ കഷ്ടകാലം ഉണ്ടാകും. ആ കഷ്ടകാലം 7 വർഷക്കാലം. അതിന് തിരുവചനം പഠിപ്പിക്കുന്നു മഹാപീഡനകാലം, ട്രിബുലേഷൻ പീരീഡ്. ആ പീരീഡ് കഴിഞ്ഞ് കർത്താവ് ഈ ലോകത്തിലേക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ മഹാനായ രാജാവായി പ്രത്യക്ഷനാകും. സ്തോത്രം. അപ്പോൾ അവൻ ജാതികളെയും രാജ്യങ്ങളെയും ന്യായം വിധിക്കുവാൻ അവൻ സിംഹാസനത്തിലിരിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ ഈ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്യത്തിലേക്ക്